ഹലോ, അന്ന് ഈ മൈക്ക് ഓക്കെ ആണോ നോക്കി നോക്ക്. ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് എൻ്റെ പ്ലാൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ബെർലിൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മളിവിടെ പറയുമ്പോൾ ബെലീൻ എന്ന് പറയണം. ജർമ്മൻസിന് ബെലീൻ എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. ചിലവർക്ക് ബെർലിൻ എന്ന് പറയുമ്പോൾ അറിയുമായിരിക്കും, പക്ഷേ പൊതുവെ മിക്ക ആൾക്കാർക്കും ബെലീൻ എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. അപ്പോൾ ഞാൻ ആ സ്ഥലത്തേക്കാണ് ഇന്ന് പോകുന്നത്. സോ അവിടുത്തെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ വിചാരിച്ചു. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദില്ലാസ് ഡയറി. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇനിയിപ്പോൾ നമുക്ക് ട്രെയിൻ ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഉണ്ടാകും. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചു. ഞാൻ വിചാരിക്കുന്നത് ബെർലിനിൽ എത്തിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നാണ്, പക്ഷേ വയറ് സമ്മതിക്കുന്നില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ഇന്നലെ രാത്രിയിൽ അധികം ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാം. അപ്പോൾ നമ്മൾ പിസ്സ മേടിച്ചിട്ടുണ്ട്. ഇതിന്റെ പേര് പിസ്സ മർഗരീത എന്നാണ്. എല്ലാ റെയിൽവേ സ്റ്റേഷനിലും നമുക്ക് അവൈലബിൾ ആണ്. 24/7 നമുക്കിത് കിട്ടും. നല്ല ചൂടാക്കിയിട്ട് അവർ തരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പിസ്സ. പിസ്സയിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതാണ്. അപ്പോൾ ഇനി ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ട്രെയിനിൽ നിന്ന് കാണിച്ചു തരാം. ഗൈസ്, നമ്മൾ ട്രെയിനിലാണ്. ഇപ്പോൾ ഇവിടുന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ട്രെയിൻ എടുക്കും. ഒരു 2 മണിക്കൂറുണ്ട് മാക്സിമം ബെർലിനിലേക്ക് എത്താൻ ഇവിടുന്ന്. പിന്നെ ബാക്കി വിശേഷം ഞാൻ ബെർലിനിൽ എത്തിയിട്ട് കാണിക്കാം. സോ ഗൈസ്, ഞാനിപ്പോൾ ബെർലിൻ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര അടിപൊളിയാണ് ഗൈസ്. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഇവിടുത്തെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇവിടുത്തെ എല്ലാ വാൾസും ഒക്കെ ഭയങ്കര ഗ്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇവർ നല്ല അടിപൊളിയായിട്ടാണ് ഈ ഒരു ട്രെയിൻ സ്റ്റേഷൻ തന്നെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഐ തിങ്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ട്രെയിൻ സ്റ്റേഷൻ ഇൻ ജർമ്മനി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് അതാ തോന്നുന്നുണ്ട്. ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈമാണ് വന്നിട്ടുള്ളത്. സോ ഞാൻ കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ട്രെയിനിൽ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ അവിടെ കുറേ സംഭവങ്ങളൊക്കെ കണ്ട് അവിടെയൊക്കെ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെ കൂടെ ഞാൻ എൻ്റെ കൂടെ കൂട്ടുകയാണ്. സോ നമുക്ക് പോവാം. ഗൈസ്, അപ്പോൾ ഇതാണ് ട്രെയിൻ സ്റ്റേഷൻ്റെ ഉള്ളിൽ. ശരിക്കും പറഞ്ഞാൽ ഇത് ട്രെയിൻ സ്റ്റേഷൻ്റെ ഉള്ളല്ല ഗൈസ്, ഇതൊരു വലിയൊരു മാളാണ്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ട്രെയിൻ സ്റ്റേഷനേ അല്ല. ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലായി, ഇവിടെ നമുക്ക് ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡ്രസ്സ് മേടിക്കാൻ പറ്റും, നമുക്ക് ഗ്രോസറീസ് മേടിക്കാൻ പറ്റും, നമുക്ക് ബ്യൂട്ടി പ്രൊഡക്ട്സിനുള്ള മെയിൻ ഇതാണ് റോസ്മാൻ ഗൈസ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കൂടുതൽ നിങ്ങളെ ചടപ്പിക്കുന്നില്ല. നമുക്ക് പുറത്തോട്ട് പോയിട്ട് ബാക്കി വിശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഗൈസ്, അപ്പം എൻ്റെ പുറകെ കാണുന്നതാണ് ട്രെയിൻ സ്റ്റേഷൻ്റെ മുൻവശം. അപ്പം അത്യാവശ്യം വലിയൊരു ട്രെയിൻ സ്റ്റേഷൻ തന്നെയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര സെറ്റപ്പായിട്ട് ഗ്ലാസ്സിലൊക്കെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. എൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു ക്യൂബ് ബെർലിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. ഐ തിങ്ക് ഇതൊരു മാളാന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയത്തില്ല. ഭയങ്കര ഗ്ലാസ് ഒക്കെ ആയിട്ട് ഭയങ്കര സെറ്റപ്പായിട്ട്, അതായത് നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് അതുള്ളത്. നമുക്ക് അവിടെയും കൂടെ ഒന്ന് കയറി നോക്കാം, എന്താ നോക്കാം. സോ നമുക്ക് പോവാം ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ ഇതൊരു മാളല്ല ഗൈസ്, ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്. ഇതിൻ്റെ പുറത്ത് നമുക്ക് കുറേ ഫുഡ് കഴിക്കാനുള്ള കുറേ സംഭവങ്ങളൊക്കെ. ഞാൻ വിചാരിച്ചൊരു മാളാണ്, പക്ഷെ നമ്മളെ ചതിച്ചു ഗൈസ്. സോ എനിക്ക് വിശപ്പില്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടുന്ന് കഴിക്കുന്നില്ല, പക്ഷെ ഞാൻ മെക്ഡൊണാൾഡ്സിൽ നിന്ന് കഴിക്കാൻ പോവുകയാണ്, മെക്ഡിയിൽ കഴിക്കാൻ പോവുകയാണ്. സോ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ ട്രെയിൻ സ്റ്റേഷൻ ഇറങ്ങി കഴിഞ്ഞിട്ട് തന്നെ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഉള്ളൊരു ബ്രിഡ്ജാണിത്. എനിക്ക് കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല, ഒരു പാലം അതിലൂടെ ആൾക്കാർക്ക് നടക്കാൻ പറ്റുന്നത്. പക്ഷെ എല്ലാവരും ഇവിടെ വന്നിട്ട്, ഞാൻ വന്നപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഒരു ചേട്ടൻ അവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട് ഗൈസ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഞാനൊരു മ്യൂസിക് അത് കേട്ടു. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഗൈസ്, ഞാൻ ഭയങ്കര പ്രതീക്ഷയിൽ വന്നതാണ് മ്യൂസിക് ഫെസ്റ്റ് ഒക്കെ ഉണ്ടാവുന്നത്. കാരണം നമുക്ക് അവിടുന്ന് കേൾക്കുമ്പോൾ എന്തോ ഭയങ്കര ഇവിടെ ഫെസ്റ്റ് നടക്കുന്ന പോലെയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഹാംബർഗിൽ പോയ സമയത്തും ഇതേപോലെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടുന്ന് ഞാൻ ചമ്മിയായിരുന്നു. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ ഫോറിൻ കൺട്രീസിൽ എല്ലായിടത്തും കാണാമായിരിക്കും. റോഡ് സൈഡിലൂടെ കുറേ ആൾക്കാർ ഗിത്താർ, പിയാനോ, പി എനിക്കിതിൻ്റെ പേരറിയില്ല, അതുകൊണ്ടാണ് ഗൈസ് ഞാൻ പി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഫ്ലൂട്ട്, അറിയില്ല, വെറുതെ നാണം കെടണ്ട, അതുകൊണ്ടാണ് ഞാൻ പി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ കുറേ ആൾക്കാർ ഇതുപോലെ സ്ട്രീറ്റ്സിലൊക്കെ നിന്ന് പാടും. ഭയങ്കര രസമാണ്. കുറേ ആൾക്കാർ ചുറ്റിനും കൂടിയിട്ട് അവരും ചേർന്ന് പാടും, ഡാൻസ് കളിക്കും. അതുപോലെ ഇപ്പോൾ ഇവിടെ ആരുമില്ല. ഇപ്പോൾ ഇവിടെ രാവിലെ ഒരു 10-11 മണിയൊക്കെ ആയി വരുന്ന സമയമുള്ളൂ. ഇനിയിപ്പോൾ ആൾക്കാർ കൂടുമ്പോൾ കുറേ ആൾക്കാരുണ്ടാകും. നമുക്ക് എന്തായാലും ആ ചേട്ടൻ്റെ അടുത്ത് പോയി നോക്കാം. സോ ഗൈസ്, അപ്പോൾ ചേട്ടൻ്റെ യൂതിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒട്ടും സമയമില്ല ഇവിടെ നിൽക്കാൻ, കാരണം നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട്. ഇറ്റ്സ് എ ബിഗ് സിറ്റി. സോ നമുക്ക് കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട്. നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. സോ ഗൈസ്, അപ്പം മെക്ഡിയിലെത്തിയിട്ടുണ്ട്. ഫുഡും കിട്ടി. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഫുഡ് ഓർഡർ ചെയ്യുന്നതും മേടിക്കുന്നതൊന്നും, ബിക്കോസ് ഞാൻ ഇവിടെ മെക്ഡിൻ്റെ ആപ്പിലൂടെയാണ് ഫുഡ് ഓർഡർ ചെയ്തത്. അപ്പോൾ പൈസ നമ്മൾ അതിൽ നിന്ന് തന്നെ പേ ചെയ്യണം. പക്ഷെ ഇവിടെ വന്നപ്പോൾ അതിൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ശരിയാക്കലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫുഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഓർഡർ ചെയ്തത് ചിക്കൻ ബർഗർ, ചീസ് ബർഗർ, കോള ആൻഡ് ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ ഇനി ഞാൻ കഴിച്ചിട്ട് വരാം. കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്ഥലത്ത് പോകാനുണ്ട്. സോ ബൈ. ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ബ്രാൻഡൻബുർഗ് ഗേറ്റ്, അതായത് ജർമ്മനിയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗേറ്റ് ആണ്. നമ്മുടെ ഇന്ത്യയിലെ പോലെ, ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത് പോലെ നമ്മൾ ജർമ്മനിയിലെ ഫേമസ് ആയിട്ടുള്ള ഗേറ്റ് ആണ് ബ്രാൻഡൻബുർഗ് ഗേറ്റ് എന്ന് പറയും. ആൻഡ് ഇറ്റ്സ് എ ടൂറിസ്റ്റ് പ്ലേസ് ഓൾസോ. ഇവിടെ കുറേ ആൾക്കാരുണ്ട്, കുറേ ആൾക്കാർ ഇത് കാണാൻ വന്നിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ പണി നടക്കുകയാണ്, അപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ബ്രാൻഡൻബുർഗ് ഗേറ്റിലാണ്, അതിൻ്റെ ഫ്രണ്ടിലാണ്. ആൻഡ് അതിൻ്റെ മണ്ടയിലായിട്ട് സ്റ്റാച്യു ഉണ്ട്. ആൻഡ് അതിൻ്റെ നടുക്കത്തെ ആളെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനറിയപ്പെടുന്നത് ക്വീൻ വിക്ടോറിയ, വിച്ച് മീൻസ് ദി ഗോഡസ് ഓഫ് വിക്ടറി. ആൻഡ് ഈ 4 ഹോഴ്സസിനെ അറിയപ്പെടുന്നത് കോട്രിയ എന്നാണ്. ആൻഡ് തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് US എംബസി ഉണ്ട്. ആൻഡ് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് ഫ്രാൻസ് എംബസി ഉണ്ട്. ആൻഡ് ഈ ഒരു സ്ക്വയർ പ്ലേസിനെ അറിയപ്പെടുന്നത്
പാരിസർ ഫ്ലാറ്റ്സ് എന്നാണ്. നമുക്ക് എന്തായാലും ഇതിന്റെ ഉള്ളിൽ പോകാൻ പറ്റുമോ എന്ന് അറിയത്തില്ല, നമുക്ക് ചോദിച്ചു നോക്കാം. ഉള്ളിൽ പോകാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഗൈസ്, അപ്പൊ ഞാനിപ്പോ നമ്മുടെ ഗേറ്റിന്റെ പുറകുവശത്താണുള്ളത്. നമുക്ക് അപ്പുറത്തേക്ക് പ്രവേശനമില്ല, ഇവിടെ അടച്ചിട്ടിട്ടുണ്ട്. സോ ഇത് യൂറോപ്പിലെ തന്നെ വൺ ഓഫ് എ ഫേമസ് ഗേറ്റ് ആണ്. ആൻഡ് ഈ ഒരു ഗേറ്റിനെ സൂചിപ്പിക്കുന്നത് യൂണിറ്റി എന്നാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് കാണാനുള്ളത്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. അപ്പൊ ഗൈസ്, നമുക്ക് എന്തായാലും ഇവിടെ നിന്നിട്ട് കുറേ സമയം കളയാനില്ല. ഇനി എന്തായാലും നമുക്ക് വേഗം പോവാം. ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. സോ ഗൈസ്, നമ്മൾ ഇപ്പോൾ സ്ട്രാസ്ബാൻ കയറിയിട്ട് അടുത്തൊരു സ്ഥലത്തോട്ടേക്ക് പോവാണ്. എൻ്റെ പുറകിൽ വരുന്നതാണ് സ്ട്രാസ്ബാൻ. അപ്പോൾ സ്ട്രാസ്ബാൻ എന്ന് പറയുമ്പോൾ ഈ സിറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഓടുന്ന ചെറിയ ട്രെയിനിന് പറയുന്നതാണ് സ്ട്രാസ്ബാൻ. എനിക്കൊന്നും സ്ട്രാസ്ബാൻ ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര യൂസ്ഫുൾ ആണ്. സോ നമുക്ക് പോവാം. സോ ഗൈസ്, നമ്മളിപ്പം സ്ട്രാസ്ബാനിൽ കയറിയിരുന്നു. ഞാനിപ്പോൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ TV ടവർ എന്ന് പറയും. ഇവിടുന്ന് ഇപ്പോൾ അടുത്താണ്. നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നതെന്നും അറിയില്ല. എനിക്ക് അവിടെ നിന്നപ്പോൾ അത് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഒരു 2-3 മിനിറ്റ് നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷം കാണാം. അപ്പോൾ ഗൈസ്, നമ്മളെ ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടത് റീസൺ എന്ന് പറയാനുണ്ടെങ്കിൽ ഇവിടെ അല്ല ആക്ച്വലി നമ്മളെ ഇറക്കി വിടേണ്ടത്. ലാസ്റ്റ് സ്റ്റോപ്പ് അവിടെയാണ്. ഇവിടം വരെ സ്റ്റോപ്പ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവർ നമ്മളോട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഇത് ജർമ്മനിയിൽ പൊതുവേ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോൾ നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ, അതായത് മെയിൻ സ്റ്റേഷനിലൊക്കെ നമ്മളിപ്പോൾ ട്രെയിനിൽ ഒരു സ്ഥലത്തേക്ക് മറ്റു സ്ഥലത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പോൾ ചെറുതായിട്ടൊരു മഴ പെയ്തു കഴിഞ്ഞാലും അവർ ട്രെയിൻ ക്യാൻസൽ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ പ്ലാറ്റ്ഫോം മാറ്റി കളിക്കുന്ന ഒരു സ്വഭാവം, അതെനിക്ക് ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. കാരണം ഇപ്പം നമ്മളൊരു 108 പ്ലാറ്റ്ഫോമിലാണെന്നുണ്ടെങ്കിൽ അവർ പറയും ഇതിപ്പോൾ 106 പ്ലാറ്റ്ഫോമിൽ പോകണമെന്ന്. അവിടുന്ന് അങ്ങനെ മാറ്റി കളിക്കുന്ന അങ്ങനത്തെ ഒക്കെ ഒരു ഇതുണ്ട്. പിന്നെ ഇവരിപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ട്രെയിൻ മിസ്സാവുകയാണെന്നുണ്ടെങ്കിൽ, ഇവർ സ്റ്റോപ്പ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബസ് അറേഞ്ച് ചെയ്തൊക്കെ തരും. അപ്പോൾ എന്തായാലും ഗൈസ്, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് സമയം കളയുന്നില്ല. നമുക്ക് എന്തായാലും TV ടവറിലേക്ക് പോകാം. ഇവിടുന്ന് ഏകദേശം ഒരു 3 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. നമുക്ക് എന്തായാലും TV ടവറിലോട്ടേക്ക് പോവാം. വായു. അപ്പോൾ ഗൈസ്, ഇത് നോക്കൂ. ഈ ഒരു കുഞ്ഞ് ഏരിയൻ്റെ ഒരു മിനിയേച്ചറാണ് ഇത്. നമ്മളിവിടെയൊക്കെ പോകുന്നുണ്ട്. ഇത് കത്തീഡ്രലാണ്. ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറത്താണ് കത്തീഡ്രൽ വരുന്നത്. ആൻഡ് ഇതിൽ ഈ ഓരോ ബിൽഡിങ്ങിൻ്റെയും പേര് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇത് കണ്ണ് കാണാത്തവർക്ക് എഴുതി വെച്ചിട്ടുണ്ട് ഇത് എന്നാണ് ഈ ബിൽഡിംഗ് ഒക്കെ പണിതെന്നും അതിൻ്റെ ഓരോ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. എൻ്റെ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ കത്തീഡ്രൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ കത്തീഡ്രൽ പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ TV ടവറിലേക്ക് കാണാൻ പോകുന്നത്. സോ നമുക്ക് കത്തീഡ്രലിലോട്ടേക്ക് ആദ്യം പോവാം. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവം കാണിച്ചു തരാം. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നോക്ക് ഗൈസ്, അത്ര മനോഹരമായിട്ടുള്ള ഒരു സംഭവമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര
എന്താ പറയാ, ഭയങ്കര എന്തൊക്കെയോ ഒരു സംഭവം. കാരണം ഇത് കണ്ടപ്പോ തന്നെ ഞാൻ വായും വിളിച്ച് നോക്കിയിരുന്നു. ഒരു റീലുണ്ടായിരുന്നു, നമ്മുടെ കൊളോണിൽ പോയിട്ട് ഒരു 2 ചേച്ചിമാര് ചെയ്ത ഒരു റീലുണ്ടായിരുന്നു, അതുപോലെ ആയിപ്പോയി ഗൈസ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഇത് കത്തീഡ്രൽ തന്നെയല്ലേ, ഇത് കത്തീഡ്രൽ തന്നെയാണ്. ആൻഡ് ഇതിന്റെ ഫ്രണ്ടില് നമ്മുടെ യൗസപിതാവാണോ ഇത്, അറിയില്ല, എന്തായാലും എന്തോ ഒരു സംഭവമുണ്ട്. ആൻഡ് തൊട്ടപ്പുറത്ത് തന്നെ അതുപോലത്തെ വേറൊരു സംഭവമുണ്ട്. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ കയറാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. അതിന്റെ പുറത്തൊക്കെ ആൾക്കാർ ഇരിക്കുന്ന ഞാൻ കണ്ടു. നമുക്ക് എന്തായാലും ഉള്ളിൽ കയറാൻ പറ്റുമല്ലോ എന്ന് നോക്കിയിട്ട് വരാം. വായോ. അപ്പൊ ഗൈസ്, ഞാൻ ഇതിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും എല്ലാ പ്രാവശ്യത്തെ പോലെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ മുൻവശത്ത് നമുക്ക് അവിടെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഫോട്ടോസും കാര്യങ്ങളും എന്തിന്റെയൊക്കെയോ എടുക്കുന്നുണ്ട്. നമുക്ക് അതെന്താന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പൊ ഈ ബെർലിൻ കത്തീഡ്രലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ പള്ളിയുടെ പണി തുടങ്ങിയത് 1465-ലാണ്. ഈ പള്ളിയുടെ പണി അവസാനിച്ചത് 1905-ലാണ്. സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ഈ പള്ളിക്ക് ഒത്തിരി ഡാമേജ് സംഭവിച്ചപ്പോൾ ഇവർ ഇത് അടച്ചിട്ടായിരുന്നു. പിന്നെ ഇത് റീഓപ്പൺ ചെയ്തത് 1993-ലാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ ഈ പള്ളീനെ വിസിറ്റ് ചെയ്യാൻ ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഞായറാഴ്ച സമയത്തൊക്കെ ഇവിടെ കുർബാന നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം എന്തായാലും ഈ പള്ളി ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പള്ളീൻ്റെ ഫുൾ വ്യൂ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ എൻ്റെ ഈ പുറകിൽ കാണുന്നത് ഈ പള്ളിന്റെ ഭാഗമായിട്ടുള്ളതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അറിയത്തില്ല ഇതിനെ പറ്റി. നമുക്കിനി എന്തായാലും അടുത്ത സ്ഥലത്തോട്ടേക്ക് പോകാം. ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചതുപോലെ ഒരു കുഞ്ഞു മിനിയേച്ചർ നിങ്ങൾക്ക് അവിടെ കാണിച്ചായിരുന്നു. അപ്പൊ ഇനി നമ്മൾ ഇപ്പൊ ആകപ്പാടെ ഈ ബെർലിൻ കത്തീഡ്രൽ മാത്രമേ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ പറയുന്ന ഇതും നമ്മൾ കണ്ടു. ഇനി നെക്സ്റ്റ് ഞാൻ മെയിൻ ആയിട്ട് ഇവിടെ കാണാൻ വന്നിട്ടുള്ള സംഭവം എന്ന് പറയുകയാണെങ്കിൽ TV ടവർ ആണ്. നമുക്ക് എന്തായാലും TV ടവറിലോട്ട് പോവാം. അത് ആ വശത്താണ്. നമുക്ക് എന്തായാലും പോയിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഇവിടെ ധാരാളം ബിൽഡിങ്സ് ഉണ്ട്. ഭയങ്കര അതിമനോഹരമായിട്ടുള്ള കുറേ ബിൽഡിങ്സ് ഉണ്ട്. നമുക്ക് ഇതിലൊക്കെ കയറണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ കയറി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ ഓരോ ബിൽഡിങ്സിലോട്ട് നമുക്ക് ടൈം ഉണ്ടാവില്ല. നമ്മൾ ഇന്ന് വിചാരിച്ച പോലെ ഒന്നും നടക്കത്തില്ല നമ്മുടെ പ്ലാൻസ്. അപ്പം ഇവിടെ ആ കാണുന്ന ബിൽഡിംഗ്, നിങ്ങൾക്ക് ആ ഒരു മുട്ട് പോലെ കാണുന്ന അതാണ് TV ടവർ എന്ന് പറയുന്ന ബെർലിനിലെ TV ടവർ. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇവിടുന്ന് നമ്മളൊന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ TV ടവറിലോട്ട് എത്തും. നമുക്ക് എന്തായാലും അപ്പൊ ഗൈസ്, ഫൈനലി ഞാൻ ഇവിടെ TV ടവറിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇതാണ് TV ടവർ. ഇതിന്റെ ഹൈറ്റ് വന്നിട്ട് 368 മീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ്. അതിന്റെ മുമ്പിൽ തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു സ്റ്റാച്ചു ഉണ്ട്. അതില് വാട്ടർഫാൾസ് പോലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ആൻഡ് തൊട്ട് ഓപ്പോസിറ്റ് നമുക്കൊരു പള്ളി കാണാം. ഇനിയിപ്പോൾ എല്ലാവരും ബെർലിൻ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും മസ്റ്റ് ആയിട്ടും ഈ TV ടവർ വിസിറ്റ് ചെയ്യണം. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ആൻഡ് ഞാനിവിടെ കയറാൻ നോക്കി. ഞാൻ ഇവിടെ കയറണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് വന്നത്. പക്ഷെ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. ഭയങ്കര തിരക്കാണ്. ബിക്കോസ് ഇപ്പം ഇവിടെ സമ്മർ ഫേരിയൻ നടക്കുന്നത് കൊണ്ട് തന്നെ കുറേ ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര തിരക്കാണ്. നമുക്ക് എന്തായാലും ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ 2 ഉദ്ദേശത്തിലാണ് ഇവിടെ ഇന്ന് ബെർലിൻ വന്നിട്ടുള്ളത്. ഒന്നാമത്തെ ഉദ്ദേശം TV ടവർ ആയിരുന്നു. ആൻഡ് അടുത്ത ഉദ്ദേശം അത് ഞാൻ എന്തായാലും ഇപ്പൊ പറയുന്നില്ല. ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് എന്തായാലും പറയാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് ഇനി ബാക്കി ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് ഊബാൻ്റെ സ്റ്റേഷനിലാണ്. ഊബ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ റോഡിൻ്റെ അടിയിൽ കൂടെ പോകുന്നതിന് പറയുന്നതാണ് ഊബ എന്ന് പറയുന്നത്. ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു ഊബാൻ എസ്പാൻ. എസ്പാൻ എന്ന് പറയുമ്പോൾ സ്ട്രാസ്ബാൻ, അതായത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്ന അതായത് സ്ട്രീറ്റിലൂടെ പോണ ട്രെയിൻ. അപ്പം ഞാൻ അത് കയറിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു സ്ഥലത്ത് പോകുന്നുണ്ടെന്ന് ആ സ്ഥലത്തോട്ട് പോകുന്നത്. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഹേ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ഊബാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ റോഡിൽ നിന്ന് 2 ഫ്ലോർ അടിയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ടിക്കറ്റ് എന്ന് പറയുകയാണെങ്കിൽ 49 യൂറോൻ്റെ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റാണ്. അത് വെച്ച് നമുക്ക് ഈ ഡോയ്ച്ച്ലാൻഡ് ഫുള്ള് നമുക്ക് ട്രാവൽ ചെയ്യാം. അതായത് ലോക്കൽ ട്രെയിൻസിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ടിക്കറ്റ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിക്കറ്റാണ്. നമുക്കത് ബസ്സിൽ യൂസ് ചെയ്യാം, ആൻഡ് ഇത് പറഞ്ഞ ഊബാനിൽ യൂസ് ചെയ്യാം, സ്ട്രാസ്ബാനിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ എന്തായാലും എൻ്റെ ഊബാൻ വരാനായിട്ടുണ്ട്. അപ്പം ഇനി അത് കയറിയിട്ട് ആ ഊബാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഗൈസ്, ഞാൻ ഇവിടെ വന്നതിൻ്റെ മെയിൻ 2 ഉദ്ദേശമായിരുന്നു. ഒന്ന് ചീറ്റിപ്പോയി, ഒന്ന് നടന്നു. അതാണ് ഗൈസ് ഇത്. ഗൈസ്, ഞാൻ 6 മാസത്തിന് ശേഷമാണ് നമ്മുടെ നാട്ടിലത്തെ നാടൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഞാൻ ഒരു ഇൻസ്റ്റഗ്രാമിൽ റീല് കണ്ടിട്ട് എൻ്റെ അടുത്താണെന്ന് കേട്ടപ്പോൾ ഞാൻ ഓടി പടച്ചാൻ പോകുന്നതാണ്. ഈ കടേൻ്റെ പേര് കേരള അമ്മ മെസ് എന്നാണ്. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഓർഡർ ചെയ്തത് പൊറോട്ട, ബീഫ്, മോരുവെള്ളം, നല്ല കുത്തരിച്ചോറ് ഗായ്സ്, പിന്നെ കപ്പ, പിന്നെ ബീഫ്. ഇത്രയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഗായ്സ്. എനിക്ക് നല്ല വെള്ളം വീഴുന്നുണ്ട്. അപ്പം ഞാൻ കഴിച്ചിട്ട് പിന്നെ വരാം. ബൈ. അപ്പോൾ ഗായ്സ്, ഞാൻ ഇപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാം. നല്ല അടിപൊളി ഫുഡാണ് ഗൈസ്, ഒരു രക്ഷയില്ല. ബീഫ് കറിയൊക്കെ യം. ഞാൻ പൊറോട്ടയൊക്കെ കഴിച്ച് തീർത്തു. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര എരിവ്, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ അടിപൊളി. കാരണം 6 മാസം ഞാൻ ഇവിടെ വന്നിട്ട്, അപ്പോൾ 6 മാസത്തിന് ഇപ്പോഴാണ് ഞാൻ ഒരു കുറച്ച് കൂടി എരിവ് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ചോറൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. കുത്തരി ചോറ് ഗൈസ്, നാട്ടിൽ നിന്നൊന്നും ഒരു വിലയേ ഇല്ലായിരുന്നു ഈ ചോറിന്. ഞാൻ ഈ ചോറ് കഴിക്കത്തേ ഇല്ലായിരുന്നു. ഞാൻ വെള്ളച്ചോറായിരുന്നു കഴിച്ചത്, അതായത് ഇതിൽ റെഡ് ഇല്ലാത്ത നമ്മുടെ നോർമൽ ആയിട്ടുള്ള ചോറ കഴിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഗൈസ്, കുറേ കാലത്തിന് ശേഷം കഴിച്ചുകൊണ്ടാണോന്നൊന്നും അറിയില്ല, അടിപൊളി. അപ്പോൾ എന്തായാലും ഇനി അത് ബാക്കി കൂടെ കഴിച്ചിട്ട് ഇനി പിന്നെ വരാം. സോ ഗൈസ്, ഫുഡൊക്കെ കഴിച്ചു, വയറൊക്കെ നല്ലപോലെ നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു, ഹാപ്പിയാണ് ഗൈസ്. ബിക്കോസ് കുറേ നാളായല്ലോ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പം ഇനിയിപ്പോൾ ഒരു ടാക്സി പിടിച്ചിട്ട് നമുക്ക് മെയിൻ സ്റ്റേഷനിലേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം. അതാണ് ഇനിയുള്ള പ്ലാൻ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.